നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 3-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് പട്ടികയിൽ ഉൾപ്പെട്ട 14 ലക്ഷത്തോളം പേർക്ക് ഹിയറിംഗ് നോട്ടീസുകൾ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാരുടെ വീടുകളിലെത്തി നേരിട്ട് നോട്ടീസ് നൽകുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 4 ലക്ഷത്തോളം പേർക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നത്. ഓരോ നോട്ടീസിലും ഹിയറിംഗിന് ഹാജരാകാൻ 2 മുതൽ 3 ആഴ്ച വരെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. നോട്ടീസിന്റെ പകർപ്പ് വോട്ടർക്ക് നൽകിയ ശേഷം അസൽ നോട്ടീസിൽ BLO ഒപ്പിട്ട് വാങ്ങും. തുടർന്ന് വോട്ടറുടെ ഫോട്ടോയും അസൽ നോട്ടീസും BLOമാർ പ്രത്യേകം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ചെയ്യും. അതത് പോളിംഗ് ബൂത്തുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ വെച്ചാണ് ഹിയറിംഗ് നടക്കുക. രേഖകൾ ഹാജരാക്കുമ്പോൾ 1987-നും 2004-നും ഇടയിൽ ജനിച്ചവർ പിതാവിന്റെ രേഖകളും 2004-ന് ശേഷം ജനിച്ചവർ മാതാപിതാക്കളുടെ 2 പേരുടെയും രേഖകളും കരുതേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഫാസ്ടാഗുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന KYV നോ യുവർ വെഹിക്കിൾ നിർബന്ധമാക്കിയ നടപടി ദേശീയപാത അതോറിറ്റി പിൻവലിച്ചു. ഫെബ്രുവരി 1 മുതൽ കാറ്, ജീപ്പ്, വാൻ എന്നിവയ്ക്ക് അനുവദിക്കുന്ന ഫാസ്ടാഗുകൾക്കാണ് ഈ ഇളവ് ലഭിക്കുക. ഒരേ ഫാസ്ടാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ദുരുപയോഗങ്ങളൊക്കെ തന്നെ തടയുന്നതിനാണ് വാഹനത്തിന്റെയും ഫാസ്ടാഗിന്റെയും ചിത്രങ്ങളും RCയുടെ ഡിജിറ്റൽ പകർപ്പും ബാങ്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന KYV വ്യവസ്ഥ കൊണ്ടുവന്നത്. എന്നാൽ നിലവിൽ ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഈ നിബന്ധന ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡിജിറ്റൽ ഇടപാടുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 1 മുതൽ UPI നിയമങ്ങൾ ബാങ്കുകൾ കർശനമാക്കുകയാണ്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായിട്ട് SIM വെരിഫിക്കേഷൻ നടപടികളും കടുപ്പിക്കുകയാണ്. വാട്സാപ്പ്, ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഈ മുൻകരുതൽ. കൂടാതെ വായ്പയെടുക്കുന്നവർക്ക് ആശ്വാസമായിട്ട് SBI, PNB അതോടൊപ്പം തന്നെ HDFC തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ വായ്പാ നിരക്കുകൾ കുറച്ചത് 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന ബജറ്റ് ഈ മാസം 29-ാം തീയതി അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവിനെക്കുറിച്ചുള്ള നിരവധി സംശയങ്ങൾ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പെൻഷൻ തുകയിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്ന വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള 2000 രൂപ തന്നെയായിരിക്കും ഈ മാസവും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. മുൻ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലവും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും പ്രമാണിച്ചാണ് വിതരണം നേരത്തെയാക്കിയത്. എന്നാൽ ഇനി മുതൽ എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിരിക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. നിലവിൽ സേവന പോർട്ടലിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഡിസംബർ മാസം വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തിയായതായിട്ട് കാണാൻ സാധിക്കും. ഇനി 2026 ജനുവരി മാസത്തെ പെൻഷൻ തുക ഈ മാസം അവസാന ആഴ്ചകളോടെ തന്നെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇതിന് ശേഷമായിരിക്കും പോർട്ടലിലെ സ്റ്റാറ്റസ് അപ്ഡേഷൻ വരിക. ഇതുകൂടാതെ വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനും ഒക്കെ തന്നെ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജനുവരി മാസം 30-ാം തീയതി വരെയാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനായിട്ട് സമയം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജനുവരി 3-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഈ മാസം മുതൽ APL വിഭാഗത്തിൽപ്പെട്ട കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ ആട്ട വിതരണം ഉണ്ടായിരിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2 പാക്കറ്റ് ആട്ട 17 രൂപ നിരക്കിൽ ഇവർക്ക് കൈപ്പറ്റാവുന്നതാണ്. എന്നാൽ വെള്ള, ബ്രൗൺ നിറങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം 2 കിലോ അരി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡിസംബർ മാസത്തിൽ കൂടുതൽ ഭക്ഷ്യവിഹിതം അനുവദിച്ചിരുന്നുവെങ്കിലും ജനുവരിയിൽ മറ്റ് സ്പെഷ്യൽ വിഹിതങ്ങളൊന്നും തന്നെ പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടില്ല. ജനുവരി മാസത്തെ റേഷൻ വിതരണം സംബന്ധിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജനുവരിയിലെ 2-ാം ദിനവും തുടർച്ചയായി സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 12,485 രൂപയിലും പവന് 840 രൂപ വർദ്ധിച്ച് 99,880 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.